السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ദീവാൻ അൽ ഹമാസയിലെ ശജാഅത്ത് വിവരിക്കുന്ന അധ്യായത്തിൽ ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് ബശാമത്ത് ബിൻ ഹസന് എന്ന ഷായറിന്റെ ചുരുക്കം ചില വരികളാണ്. ഇവിടെ ഷായർ ബശാമത്ത് ബിൻ ഹസനെ കുറിച്ച് അദ്ദേഹം ആരാണ് എന്നതിൽ രണ്ടഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. അതില് ഭൂരിഭാഗം ഷായറുകളും സാഹിത്യകാരന്മാരും അഭിപ്രായപ്പെടുന്നത് ബശാമത്ത് ബിൻ ഹസന് എന്ന ആള് നമ്മൾ നേരത്തെ പല ബൈത്തിലും പരിചയപ്പെട്ടിരുന്ന ബശാമത്ത് ബിൻ ഹസൻ അൻ-നഹ്ശലി അദ്ദേഹത്തിൻ്റെതാണ് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ബൈത്തുകൾ അദ്ദേഹത്തിന്റെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഇന്നാ മുഹയ്യൂക യാ സൽമാ ഫഹയ്യീന വഇൻ സഖീതി കിറാമന്നാസി ഫസ്തീന എന്ന് തുടങ്ങുന്ന ബൈത്തിൽ അദ്ദേഹം അവിടെ പറയുന്നുണ്ടല്ലോ, ഇന്നാ ബനീ നഹ്ശലിൻ ലാ നദ്ഈ ലിഅബിൻ അൻഹു വലാ ഹുവ ബിൽ അബ്നാഇ യശ്രീന. ബനീ നഹ്ശൽ, അപ്പോ ആ ബനീ നഹ്ശലിലെ വളരെ പ്രധാനപ്പെട്ട ആളാണ് ബശാമത്ത് ബിൻ ഹസൻ അൻ-നഹ്ശലി. അപ്പൊ ഇദ്ദേഹമാണ് ഈ ബശാമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. എന്നാൽ 4-ാം നൂറ്റാണ്ടിലെ വളരെ അറിയപ്പെട്ട ഫസീഹും ഷായറും സാഹിത്യകാരനൊക്കെയായ അൽ ആമിദി അദ്ദേഹം പറയുന്നത് ബശാമത്ത് ബിൻ അൽ ഗദീർ എന്ന ആളാണ്. അദ്ദേഹം മാത്രമേ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പിൽക്കാലക്കാർ ചിലരൊക്കെ അതിലേക്ക് അതായിരിക്കാം എന്ന സൂചന നൽകി എന്നല്ലാതെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വം ആമിദി മാത്രമാണ് അദ്ദേഹം ബശാമത്ത് ബിൻ ഹസന് പിന്നെ ബശാമത്ത് ബിൻ അൽ ഗദീർ എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയത്. എന്നാൽ ഭൂരിഭാഗം ആളുകളും പറഞ്ഞത് ബശാമത്ത് ബിൻ ഹസൻ അൻ-നഹ്ശലി അദ്ദേഹമാണ്. ഏതായിരുന്നാലും അദ്ദേഹം മുദറിലെ 2 കബീല, ഒന്ന് ഖിന്ദിഫ്, ഖൈസ്, ഈ 2 കബീലയെ കുറിച്ച് ഉള്ള പരാമർശമാണ്. അവരുടെ സഖ്യ കക്ഷികളും സഹായികളൊക്കെ സഹായിക്കാതെ വന്നപ്പോ അവരോട് ദേഷ്യപ്പെട്ടു എന്ന് മാത്രമല്ല അവരുടെ ശത്രുക്കളോട് അദ്ദേഹം പ്രതിരോധം ഏർപ്പെടുത്തി എന്നൊക്കെ പറയുന്ന ചുരുക്കം ചില വരികൾ, 5ഓളം വരികളാണ് ഷായർ പറയുന്നത്. ബശാമത്ത് ബിൻ ഹസൻ അൻ-നഹ്ശലി എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, وَلَقَدْ غَضِبْتُ لِخِنْدِفٍ وَلِقَيْسِهَا لَمَّا وَنَاءَ النَّصْرِهَا خُذَّالُهَا دَافَعْتُ عَنْ أَعْرَاضِهَا فَمَنَعْتُهَا وَلَدَيَّ فِي أَمْثَالِهَا إِنِّي امْرُؤٌ أَسِمُ الْقَصَائِدَ لِلْعِدَى إِنَّ الْقَصَائِدَ شَرُّهَا أَغْفَالُهَا قومي بنو الحرب الأعواني بجمعهم والمشرفية والقنا إشعالها ما زال معروفا لمرة في الوغى عل القنا وعليهم إنهالها من عهد عاد كان معروفا لنا أسر الملوك وقتلها وقتالها ولقد غضبت. ولقد അവിടുത്തെ ലാമ് ഖസമിന്റെ ലാമാണ്. അല്ലാമു മൗത്തിഅത്തുൽ ലിൽ ഖസം, ഖസമിന്റെ ലാമാണ് വലഖദിലെ ലാം. ഗളിബ്തു, ഗളബ, غضب يغضب، سمع يسمع، غضب يغضب، غضب يغضب غضب. മസ്തർ ഗളബ ആവുമ്പോൾ പലരും
ഗളബ എന്ന് പറയാറുണ്ട് മാലി, അതുകൊണ്ടാണ് അങ്ങനെ ഗളിബ എന്ന് പറഞ്ഞത്. സമിഅ യസ്മഉ ബാബ. ഖിന്ദിഫ് എന്ന് പറയുന്നത് ഇല്യാസ് ഇബ്നു മുളർ ഇബ്നു നിസാർ എന്നവരുടെ ഭാര്യയ്ക്കുള്ള ഒരു ലഖബ് ആണ് ഖിന്ദിഫ് യഥാർത്ഥത്തിൽ. അതിന്റെ അസ്ൽ അങ്ങനെയാണ്. പിന്നീട് അവരുടെ ഒരു സന്താന പരമ്പരയ്ക്ക് ഖിന്ദിഫ് പേര് വന്നതാണ്. യഥാർത്ഥ പേര് ഖിന്ദിഫ് എന്ന് പറയുന്നത് ഇല്യാസ് ഇബ്നു മുളർ ഇബ്നു നിസാറിന്റെ ഭാര്യയാണ് ഖിന്ദിഫ്. അങ്ങനെ ആ ഖിന്ദിഫിന്, ഈ ഇല്യാസിന്റെ ഭാര്യയ്ക്ക് അങ്ങനെ പേര് കിട്ടാനുള്ള കാരണം എന്താണ്? ഈ സ്ത്രീ തന്റെ ഭർത്താവുന്ന ഇല്യാസിനോട് ഒരിക്കൽ പറഞ്ഞു, മാ സിൽതു ഉഖന്ദിഫു ഫീ അഥരിക്കും അല്ലെങ്കിൽ ഫീ ഇസ്രിക്കും, ഞാന് നിങ്ങളെ പിറകില് നല്ല സ്പീഡിൽ വരും, സ്പീഡിൽ ഓടും എന്ന് പറഞ്ഞപ്പോ ഇല്യാസ് പറഞ്ഞു, ഫഅന്തി ഖിന്ദിഫ് എന്ന് പറഞ്ഞു, നീ ഖിന്ദിഫാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പെണ്ണിന് ആ പേര് കിട്ടി. പിന്നീട് ആ പരമ്പരക്ക് മുഴുവനും കിട്ടുന്ന പേര് ഖിന്ദിഫ് എന്നാണ്. ഖന്ദഫ എന്ന് പറഞ്ഞാൽ ഓടുന്ന രീതിയിലുള്ള ഒരു ഹർവല എന്ന് പറയാൻ പറ്റുന്ന അതോടടുത്ത ഒരു ഓട്ടത്തിനിക്കാണ്. ഹർവല എന്ന് പറഞ്ഞ ശക്തിയായിട്ടുള്ള ഓട്ടമാണ്. അതേ പ്രകാരം ഒരു ആപേക്ഷികമായിരിക്കുന്ന ഒരു ഓട്ടം, അതിനിക്കാണെന്ന് പറയാ ഖന്ദഫ എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കത്തില് അങ്ങനെയാണ് എന്ത് പറഞ്ഞത്, ആ പെണ്ണിന് ഇല്യാസിന്റെ ഭാര്യയ്ക്ക് ഖിന്ദിഫ് എന്ന് പേര് വന്നു. ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, വലഖദ് ഗളിബ്തു ലി ഖിന്ദിഫിൻ വലി ഖൈസിഹ. അപ്പൊ ഖിന്ദിഫ് നമ്മൾ പറഞ്ഞു ആ കബീലക്ക് പിന്നീട് പേര് വന്നതാണ്. മുളറിലെ രണ്ട് നസ്ല്, രണ്ട് സന്താന പരമ്പര മുളറിനിക്കുണ്ട്. അതൊന്ന് ഖൈസ് ഐലാൻ എന്ന് പറയുന്ന ഒരു പരമ്പരയും മറ്റൊന്ന് ഖിന്ദിഫും. ഇവരുടെ ഈ പരമ്പരയിൽ വരുന്നത്. അപ്പൊ മുളറിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പരമ്പര, രണ്ട് നസ്ലാണ് ഖിന്ദിഫും ഖൈസും. അവരോട് ഞാൻ ദേഷ്യപ്പെട്ടു എന്നാണ്. എപ്പോ? ലമ്മാവന. ഇവിടെ ലമ്മാവന എന്ന ഷർത്തിന്റെ ജവാബാണ് വലഖദ് ഗളിബ്തു എന്ന ജവാബ്. അവിടെ ജവാബ് മുന്തിച്ചതാണ്. ലമ്മാവന ലഖദ് ഗളിബ്തു എന്നാണ് അസ്ലി വരാ. വലമ്മാ വന ലഖദ് ഗളിബ്തു, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ബൈത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി. എന്താ വന എന്ന് പറഞ്ഞാൽ? വന ലറബ യദ്രിബു ബാബ. വനർറജുലു എന്ന് പറഞ്ഞാൽ അജസ വകസല, അതാണ് വനന്റെ അർത്ഥം. അശക്തമായി, അതല്ലെങ്കിൽ മടി കാണിച്ചു എന്നൊക്കെ. ഖുദ്ദാല്, ഖാദിലിന്റെ ജംആണ് ഖുദ്ദാൽ. ഖദല, ഖദല എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു, സഹായിച്ചില്ല എന്നൊക്കെ. മുടക്കാക്കിട്ടു, സഹായിക്കാതെ ഉപേക്ഷിച്ചു എന്ന ഇതിന് പ്രയോഗിക്കുന്നതാണ് ഖദല. ശരിക്കും നുസ്സാറ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇവിടെ. അങ്ങനെ പറയാത്തത് എന്താ? അതിന്റെ ആഖിബത്തുൽ അംറ് പിന്നീട് അവരെ ഉപേക്ഷിക്കൽ ആയതുകൊണ്ടാണ് ഖദല എന്ന് പറഞ്ഞത്. സഹായികൾ അവരെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിന് പകരം സഹായികള് സഹായിക്കാതെ ആഖിബത്തുൽ അംറ് പിന്നീട് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അഥവാ ഔല് മജാസ്. നമ്മള് മജാസ് രണ്ടായിട്ടുണ്ടല്ലോ, ഒന്ന് കൗനും ഒന്ന് ഔലും. ഒരു വിഷയം അങ്ങനെ ആയതുകൊണ്ട് ആ പേര് പറയാം. മറ്റൊന്ന് ഒരു വിഷയം ഒരു വിഷയത്തിലേക്ക് എത്തിപ്പെടുന്നതിന്റെ പേര് വെച്ചിട്ട് പറയാം. ശേഷം അങ്ങനെ ആയിത്തീരും എന്ന കാര്യം മുഖ്യമായി കണ്ടിട്ട് അതിന്റെ പേര് വെക്കാം. അപ്പൊ ആ നിലക്ക് പറഞ്ഞതാണ് അൻ നസ്ലിഹ ഖുദ്ദാലുഹ, നുസാറുഹ എന്ന് പറയുന്നതിന് പകരം ഖുദ്ദാലുഹ എന്ന് പറഞ്ഞു. ഏതായിരുന്നാലും ഇവിടെ അദ്ദേഹം ബശാമത്ത് ബിൻ ഹസൻ അൻ-നഹ്ശിൽ പറയുന്നത് ഖിന്ദിഫ്, ഖൈസ്, മുളറിന്റെ രണ്ട് സന്താന പരമ്പര,
അവരോട് ഞാൻ ദേഷ്യപ്പെട്ടു. എപ്പോ അവരെ അവരുടെ സഹായികളും സഖ്യകക്ഷികളുമൊക്കെ സഹായിക്കാതെ ഒഴിവാക്കിയ സമയത്ത്. എന്നിട്ട് ആ ദേഷ്യപ്പെട്ട് അത് പ്രവർത്തി പദത്തിൽ അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ രീതി എങ്ങനെ ദേഷ്യപ്പെട്ടത്? ദാഫഅതു അൻ അറാലിഹ ഫമനഅതുഹാ വലദയ്യ ഫീ അംസാലിഹാ അംസാലുഹാ. ദാഫഅതു, ദാഫഅ യുദാഫിഉ മുഫഅലത്തു. ആ ഗളബിന്റെ ബയാനാണ്. എങ്ങനെയാണ് ഗളബ് ഞാൻ ചെയ്തത് എന്ന് പറയാം. ദാഫഅതു. അറാദ് എന്ന് പറഞ്ഞത് അർളിന്റെ ജമ്മാണ്. അറാദ് പലതിനും അറാദ് ജമ്മുണ്ട്. ഇവിടെ അർളിന്റെ ജമ്മാണ്. അർളിനും ജമ്മ് അറാദ് തന്നെയാണ്. അർളും പലതുണ്ടല്ലോ. ജൗഹറിന്റെ മാറ്റം അർളുണ്ട്. നമ്മള് ഇൽമുൽ കലാമിലും ഇൽമുൽ ഹിക്മത്തിലൊക്കെ അർള് എന്ന് പറഞ്ഞാൽ എന്താ? ജൗഹറിന്റെ മാറ്റം. ഇവിടെ അർളിന്റെ മാറ്റാണ് അറാദ്. ഇർളുർ റജുലി ഹസബുഹു എന്നാണല്ലോ. അതല്ല ഇർളുർ റജുലി നഫ്സുഹു എന്നുണ്ട്. അതല്ല അവന്റെ ഖലീഖത്തുൽ മഹ്മൂദ, സുത്യർഹമായിരിക്കുന്ന വിശേഷണങ്ങളും സ്വഭാവങ്ങളുമാണ് എന്നൊക്കെ ഇർളിന് പറയുന്നുണ്ട്. ഹദീസിലുണ്ടല്ലോ, ഇന്ന അറാദക്കും അലൈക്കും ഹറാം കഹുർമത്തി യൗമിക്കും ഹാദാ. കണ്ടോ? നിങ്ങളെ ഇർളുകൾ, അഭിമാനം എന്നാണ് അവിടെ അർത്ഥം. അപ്പോ ഇർളിനും പല അർത്ഥങ്ങളുണ്ട്. അപ്പൊ ആ ഇർളിന്റെ ജംആണ് അറാദ്. അപ്പോ ദാഫഅതു, ദാഫഅതു എന്ന് പറഞ്ഞാൽ ദാഫഅത്തുൽ അദുവ, ശത്രുക്കളെ ഞാൻ പ്രതിരോധിച്ചു, പ്രതിരോധം സൃഷ്ടിച്ചു. അൻ അറാലിഹ, ഇവരുടെ ഈ രണ്ട് നസ്ല് പറഞ്ഞല്ലോ, ഖിന്ദിഫും ഖൈസും, അവരുടെ അഭിമാനത്തിനെ തൊട്ട്. അപ്പൊ അവരുടെ അഭിമാനത്തിന് ശതം വരുന്ന രീതിയിൽ എന്തൊക്കെയാണോ ഉള്ളത് അതിൽ നിന്നെല്ലാം ശത്രുക്കളെ ഞാൻ പ്രതിരോധിച്ചു. അത് എല്ലാം അവരോട്, അവര് ശത്രുക്കള് ഇവരെ ചീത്ത വിളിക്കുന്നതാവാം, ഇവരെ അഭിമാനം പിച്ചു ചീന്തുന്നതാവാം, ശത്രുത വെക്കുന്നതാവാം, ആക്രമിക്കുന്നതാവാം, എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് മുത്തലക്കൻ അവിടെ മഫ്കൂലി കളയപ്പെട്ടിട്ട് പറഞ്ഞത് ദാഫഅതു എന്നാണ്. ദാഫഅത്തുൽ അദുവ എന്നാണ്. അങ്ങനെ ഫമനഅതുഹാ, ഞാൻ എന്ത് ചെയ്ത്? അവരെ തടഞ്ഞു. അവിടെയും ഫമനഅതുഹാ, ഈ ഖിന്ദിഫ് ഖൈസ് രണ്ട് ഗോത്രത്തെ, രണ്ട് കബീലയെ ഞാന് എല്ലാ നിലക്കും തടഞ്ഞു. അൻ ഐദിൽ അഅദാഇ എന്നവിടെ ഉണ്ട്. ശത്രുക്കളുടെ കരങ്ങളെ തൊട്ട്, ശത്രുക്കളെ തൊട്ട് എന്ത് ചെയ്തു? തടഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാ, വലദയ്യ ഫീ അംസാലിഹ അംസാലുഹാ, എന്റെ അടുത്ത് ഇത്തരത്തിലുള്ള തടച്ചിലും പ്രതിരോധം സൃഷ്ടിക്കലൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ വലിപ്പം പറയാം. അഥവാ വലദയ്യ എന്ന് പറഞ്ഞാൽ ഇന്ദി ഫീ അംസാലി ഹാദിഹിൽ അറാളി അംസാലു തിൽക്കൽ മുദാഫഅതി എന്നാണ്. ഇന്റെ ലമീറൊക്കെ മടങ്ങുന്നത് ശരിക്ക് അങ്ങനെയാണ്. എനിക്ക് ഇത്തരം വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള തടയലുകളും പ്രതിരോധത്തിന്റെ രീതികളുമൊക്കെ എന്റെ അടുത്തുണ്ട് എന്ന് അദ്ദേഹം സ്വന്തം ശരീരത്തെ പുകഴ്ത്തി അദ്ദേഹത്തിന്റെ വലിപ്പം ശത്രുക്കളുടെ ഇടയിൽ കാണിച്ചു വാക്കിലൂടെ. അടുത്ത ബൈത്തിൽ അദ്ദേഹം ശത്രുക്കളോട് നടത്തുന്ന സമീപനം, പെരുമാറ്റം പറയാം. ഇന്നിമ്രഉൻ അസിമുൽ ഖസാഇദ ലിൽ ഇദ ഇന്നൽ ഖസാഇദ ശർറുഹാ ഔഫാലുഹാ. അറബി പദ്യങ്ങളും നമ്മൾ അറിയാം, എല്ലാ ബൈത്തുകളും മറ്റു ബൈത്തുമായിട്ട് നല്ല ബന്ധമുണ്ടാവും. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ബൈത്തില് ശത്രുക്കളോട് ശത്രുക്കളിൽ നിന്ന് തന്റെ വിഭാഗത്തെ രക്ഷപ്പെടുത്തുന്ന, പ്രതിരോധിക്കുന്ന ഒരു ഐറ്റം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതിന് ഇന്നിമ്രഉൻ അസ്മുൽ ഖസായിദ ലിൽ ഇദ ഇന്നൽ ഖസായിദ ശർറുഹാ ഔഫാലുഹാ. അദ്ദേഹം പറയാണ്, ഇന്നിമ്രഉൻ, ഞാനൊരാളാണ്.
എങ്ങനത്തെ ആളാണ്? അസിമുൽ ഖസാഇദലിൽ ഇദാ, ഞാന് ശത്രുക്കൾക്ക് വേണ്ടി ഖസീദകൾ അടയാളപ്പെടുത്തുന്ന ആളാണ്. അസിമു എന്ന് പറയുന്നത് സീഗത്തുൽ മുത്തക്കല്ലിമാണ്. വസമ യസിമു, ലറബ യദ്രിബു ബാബ. വസമഹു എന്ന് പറഞ്ഞാൽ ജഅല അലൈഹി അലാമത്തൻ തുഅറഫു ബിഹി, ഒരു അടയാളപ്പെടുത്തുക. അഥവാ മൃഗങ്ങൾക്കൊക്കെ അടയാളം വെച്ചിട്ട് മറ്റ് മൃഗങ്ങളിൽ നിന്ന് വേർതിരിയാൻ വേണ്ടി. ഇപ്പൊ ചന്തയിൽ നിന്നൊക്കെ ധാരാളം മൃഗങ്ങളെ, നാൽക്കാലികളെ കൊണ്ടുവരുമ്പം അടയാളം വെക്കും. ചുവപ്പ് നിറത്തിലും പച്ച നിറത്തിലൊക്കെ കാണപ്പെടുന്ന നിറം കൊണ്ട് അടയാളം വെക്കും. അതെന്തിനാ? കൂട്ടം തെറ്റി പോയാലും അറിയപ്പെടാൻ വേണ്ടി. എന്ന പോലെ ഇദ്ദേഹം പറയുന്നത് ഞാൻ ഖസീദകൾക്ക് അടയാളം വെക്കും എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നൽ ഖസായിദ ശർറുഹ അഗ്ഫാലുഹ, ഖസീദുകളിൽ വെച്ച് ഏറ്റവും മോശമായത് അടയാളം വെക്കാത്തതാണ് എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു ശത്രുക്കൾക്ക് എതിരിൽ അദ്ദേഹം തീർത്ത പ്രതിരോധത്തിന്റെ പട്ടിക, പ്രതിരോധത്തിന്റെ ശൈലി. അപ്പോ ശത്രുക്കളെ, അദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്തെ എടുത്തു പറഞ്ഞ് പദ്യമുണ്ടാക്കി പറയാം. അതിന് അദ്ദേഹം പേടിക്കുന്ന ആളല്ല. ആരെ മുമ്പിലും ശത്രുക്കളെ എതിർത്ത് സംസാരിക്കുകയും അവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ധാരാളം ഖസീദകൾ ഉണ്ടാക്കി പാടി. അറബികളുടെ ശൈലിയാണല്ലോ ഖസീദകൾ പാടുക എന്നുള്ളത്, ഉണ്ടാക്കുകയും പാടുകയും ചെയ്യാനുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സമീപനം പ്രതിരോധത്തിന്റെ മറ്റൊരു വശമാണ്. അതല്ലെങ്കിൽ ശത്രുത മനോഭാവം സൃഷ്ടിക്കുന്നതിന്റെ മറ്റൊരു വശം, അവരോട് പോരാടുക. അതിന്റെയൊക്കെ പുറമെ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളൊക്കെ ജനമധ്യത്തിൽ തുറന്നു കാണിക്കുന്ന ഒരു രീതി ഞാൻ സ്വീകരിക്കുന്നുണ്ട്. ഞാനത് പേടിക്കുന്ന ആളല്ല, ശത്രുക്കളെ ഞാൻ പേടിക്കുന്ന ആളല്ല. ഇവിടെ അഗ്ഫാല്, ഗുഫ്ല് എന്ന മുഫ്രദിന്റെ ജമഅാണ് അഗ്ഫാൽ. അഗ്ഫാല്, ഗുഫ്ല് എന്ന പദം ലാ അലാമത ലഹു എന്നാണ്. മാഷിയത്തുൻ അഗ്ഫാൽ എന്ന് പറയും. അടയാളം വെക്കാത്ത മൃഗങ്ങളെ പറ്റി മാഷിയത്തുൻ അഗ്ഫാൽ എന്ന് പറയും. അതേപോലെ തന്നെ കിതാബുൻ ഗുഫ്ലുൻ എന്ന് പറയും. അത് ആ കിതാബ് ആരാണ് അവിടെ വെച്ചത് എന്നറിയാത്ത കിതാബിനെ പറ്റി, അല്ലെങ്കിൽ ആ കിതാബ് എഴുതിയത് ആരാണ് എന്നറിയാത്ത കിതാബിനെ പറ്റിയൊക്കെ കിതാബുൻ ഗുഫ്ലുൻ എന്ന്. ചുരുക്കത്തിൽ ഗുഫ്ലിന്റെ ജംആണ് അഗ്ഫാൽ. ഗഫലത്ത് വേറെയാണല്ലോ, ഗഫല യഗ്ഫുലു, ഗുഫൂല്, ഗഫലത്ത്, അത് വേറെ പദം. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഖൗമി ബനുൽ ഹർബിൽ അവാനി ബിജംഇഹിം, എന്റെ ഖൗമ് അവര് ബനുൽ ഹർബിൽ അവാനി, അവര് ശക്തമായി യുദ്ധം ചെയ്യുന്നവരാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അബും ഉമ്മും ഇബ്നും ബിൻതും ഒക്കെ കൂട്ടി അവർ പറയും യുദ്ധത്തിന്റെ മക്കളാണ് എന്ന് പറഞ്ഞാൽ ശക്തമായി യുദ്ധം ചെയ്യുന്നവരാണ് എന്നർത്ഥം. ബനുൽ ഹർബിൽ അവാൻ, അൽ അവാൻ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. അശ്ശദീദ്, ശക്തമായി ഘോരമായ യുദ്ധം ചെയ്യുന്ന ആളുകളാണ് എന്റെ ഖൗമ്. ബിജംഇഹിം, അവർ മുഴുവനും. വൽ മശ്രിഫിയ്യത്തു വൽ ഖനാഇശ് ആലുഹാ, മശ്രിഫിയ്യത്ത്, മശാരിഫ് എന്ന് പറഞ്ഞാൽ പിന്നെ വാളുകൾ വിൽക്കപ്പെടുന്ന സ്ഥലം, വാളുകൾ ഉണ്ടാക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് മശ്രിഫിയ്യത്ത്. ആ സ്ഥലത്തേക്ക് നിസ്ബ ചെയ്തിട്ട് പറയും അതാ വൽ മശ്രിഫിയ്യത്ത് വൽ ഖന. ഖന കുന്തങ്ങൾ നടന്നു. അപ്പോ വൽ മശ്രിഫിയ്യത്തു എന്ന് റഫ്ആവുമ്പോ വൽ മശ്രിഫിയ്യത്തി എന്നുണ്ട്. മശ്രിഫിയ്യത്തി എന്നും ലബ്ത്തുണ്ട്. ഇവിടെ നമ്മൾ വൽ മശ്രിഫിയ്യത്തു വൽ ഖനാഇശ് ആലുഹാ,
മശ്രിഫി, വാളുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വാളിലേക്ക് ചേർത്തി പറയാം ആ സ്ഥലം. അതേപോലെ തന്നെ കുന്തങ്ങളൊക്കെ ഇഷ്ആലുഹ, ഇഷ്ആല് കത്തിക്കുക. അപ്പൊ ആ യുദ്ധത്തിന്റെ യുദ്ധം അവിടെ വിറകുകൾ കത്തിച്ചിട്ടും അതേപോലെ തന്നെ വാളിന്റെയും കുന്തത്തിന്റെയൊക്കെ പുറമെ ആ ദേഷ്യം, ഗളബ്, അതാണല്ലോ ഇവിടെ, ആ ദേഷ്യം തീർക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന തീ കൊണ്ടുള്ള പ്രയോഗങ്ങളും ഒക്കെ അറിയുന്ന ആളുകളാണ് എന്റെ ഖൗമ് എന്നാണ്. ഇനി അപ്പോ ബിജംഇഹിം എന്നുള്ളത് മുതഅല്ലിഖ് അവാനാണ്, മുതഅല്ലിഖും ബിൽ അവാൻ. ഇനി ഇഷ്ആലിനോട് മുതഅല്ലിഖാവുമ്പോ അപ്പൊ എന്താവും? ആ ബിജംഇഹിം അവര് ഒരുമിച്ച് കൂടൽ കൊണ്ട്, അധികരിക്കൽ കൊണ്ട് എന്നാവും അർത്ഥം. അപ്പൊ സൈന്യങ്ങളും ആയുധങ്ങളും യുദ്ധത്തിന്റെ സാമഗ്രികളൊക്കെ ഒരുമിച്ച് കൂടൽ കൊണ്ടാണ് ഇഷ്ആലുഹ, ഇഷ്ആൽ കത്തിക്കുക എന്ന് പറയുന്നത്. അപ്പോ ആ യുദ്ധത്തിന്റെ തീവ്രത അവിടെ പറയാണ്. എന്റെ ഖൗമി ബനുൽ ഹർബിൽ അവാൻ എന്നാണല്ലോ. അവാന് എന്ന് പറയുന്നത് ഷദീദ് എന്നാണ്. അതല്ലെങ്കിൽ പല പ്രാവശ്യം ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി യുദ്ധം ചെയ്യുന്നവർ, ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റു ഘട്ടങ്ങളിലേക്ക് യുദ്ധം ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ. ഖൗമി ഇഖ്വാനു ശർരി അശ്ശദീദ് അൽ ഫളിയ വ അബ്നാഉൽ ഹർബി അല്ലതി ഖൂതില ഫീഹാ മറത്തൻ ബഅദ ഉഖറ. അതാണ് അവാന്റെ അർത്ഥം. അങ്ങനെ ഫസാറത്ത് അവാനൻ ബഅദ അൻ കാനത് ലഈഫ. അപ്പോ ഒരു മോശമായ, ഒരു ലഈഫാകുന്ന ഘട്ടത്തിൽ നിന്ന് ശിദ്ദത്തിലേക്ക് മാറുന്ന ഒരു ഘട്ടം. റഫഅത് മിൻ ഹാലിൻ ഇലാ ഹാലിൻ അശദ്ദ മിൻഹാ. ഇനി മുതഅല്ലിഖ് ബിജംഇഹിം എന്നതിന് മുതഅല്ലിഖ് ഇഷ്ആലാവുമ്പോ പിന്നെ ബിജ്തിമാഇ ഖൗമി വജ്തിമാഇ ആലാത്തിൽ ഹർബി ഇസ്തഅലത് നാറുഹ എന്നാവും. എന്റെ ഖൗമ് യുദ്ധം അറിയുന്നവരാണ്, യുദ്ധത്തിൽ താല്പര്യം കാണിക്കുന്നവരാണ്, വളരെ ശക്തമായി ഘോരമായി യുദ്ധം ചെയ്യുന്നവരാണ്. അതോടൊപ്പം തന്നെ അതിന്റെ നാറ്, ആ യുദ്ധത്തിന്റെ തീ ആളിക്കത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഖൗമ് ധാരാളം ആളുകളെ ഒരുമിച്ച് കൂട്ടൽ കൊണ്ടും സൈന്യങ്ങളെ ഒരുമിച്ച് കൂട്ടൽ കൊണ്ടും യുദ്ധത്തിന്റെ മുഴുവൻ സാമഗ്രികൾ ഒരുമിച്ച് കൂട്ടൽ കൊണ്ടുമാണ് ആ യുദ്ധത്തിന്റെ ഇഷ്ആല്, അതിന്റെ ഭീകരത, അതിന്റെ ശക്തി എന്ന് പറയുന്നത് എന്ന് അങ്ങനെയും അർത്ഥം വെക്കാം. മാസാല മഅറൂഫൻ ലിമുറത്തി ഫിൽ വഗാ വൽഇല്ലുൽ ഖനാ വഅലൈഹിം ഇൻഹാലുഹാ. മാസാല മഅറൂഫൻ ലിമുറത്ത ഫിൽ വഗാ അല്ലുൽ ഖനാ, ലിമുറത്ത ഫിൽ വഗാ അല്ലുൽ ഖനാ വഅലൈഹിം ഇൻഹാലുഹാ. മാസാലന്റെ ഖബർ വരുന്നത് മഅറൂഫൻ എന്നും അതിന്റെ ഇസ്മ അല്ലുൽ ഖന. മാസാല അല്ലുൽ ഖന മഅറൂഫൻ ലിമുറത്ത ഫിൽ വഗ എന്നാണ് അസ്ല പ്രയോഗം. വഗ എന്ന് പറയുന്നത് യുദ്ധത്തിനെ കുറിച്ച് പറയണല്ലോ. യുദ്ധത്തില് വാളുകൾ കൊണ്ടും കുന്തങ്ങൾ കൊണ്ടൊക്കെ ഉള്ള ശബ്ദം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. ലിമാ ഫീഹി മിന സൗത്തി എന്നാണ്. അപ്പൊ മുറത്തിനിക്ക് മഅറൂഫായിട്ടുണ്ട് എന്ത്? അല്ലുൽ ഖന. അല്ല് എന്ന് പറഞ്ഞാൽ രണ്ടാമത് കുടിക്കുക എന്നാണല്ലോ അല്ല്. ഇൻഹാല് എന്ന് പറഞ്ഞാൽ ഒന്നാമത് കുടിക്കുക. അപ്പോ കുന്തങ്ങൾ കൊണ്ടുള്ള പ്രയോഗങ്ങളും വാളുകൾ കൊണ്ടുള്ള പ്രയോഗങ്ങളൊക്കെ മുറത്തിനിക്ക് അറിയാം. അല്ലുൽ ഖന സഖിയുർ റിമാഹി അലലൻ ബഅദ നഹ്ലിൻ ആദത്തുൻ മഅറൂഫത്തുൻ ലഹും എന്നാണ്. അഥവാ രണ്ടാമത് കുന്തങ്ങൾ കൊണ്ട് കുത്തുക എന്ന് പറയുമ്പോൾ ഒന്നാമതോടെ കുത്തിയിരിക്കണല്ലോ, ഇവിടെ രണ്ടാവുള്ളൂ.
അപ്പോ ഈ കുന്തങ്ങൾ കൊണ്ടുള്ള പ്രയോഗങ്ങൾ, നിരന്തരമായിട്ടുള്ള പ്രയോഗങ്ങൾ, അത് മഅറൂഫാണ്. ശേഷം പറയുന്നുണ്ടല്ലോ അലൈഹിം ഇൻഹാലുഹ. അപ്പൊ ഒന്നാമതും രണ്ടാമതുമൊക്കെ കുന്തം ഉപയോഗിക്കുക എന്നുള്ളത് അത് അറിയപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ അത് നിർബന്ധമാണ്. ഒന്നാമതും രണ്ടാമതൊക്കെ കുന്തം പ്രയോഗിക്കുക എന്നുള്ള വിഷയം എന്റെ ഖൗമാകുന്ന മുർറത്തിന് അറിയപ്പെട്ട സംഗതിയാണ്. അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലല്ലോ. എന്നിട്ട് പറയുന്നു, മിൻ അഹ്ദി ആദിൻ കാന മഅറൂഫൻ ലനാ അസ്റുൽ മുലൂകി വഖത്ലുഹാ വഖ്താലുഹാ. ആദ് സമൂഹത്തിന്റെ കാലം മുതൽക്ക് തന്നെ അത് ഞങ്ങൾക്ക് അറിയപ്പെട്ടതാണ്. എന്ത്? അസ്റുൽ മുലൂകി വഖത്ലുഹാ വഖ്താലുഹാ, രാജാക്കന്മാരെ ബന്ദികളാക്കുക എന്നുള്ളത്. അഥവാ നാടിനെയും രാജ്യത്തെയും ഒക്കെ കിടുകിട വിറക്കുന്ന രാജാക്കന്മാരെ അവരോട് ഘോരമായിട്ട് പോരാടി അവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരിക. വഖത്ലുഹ, അവരോട് ഖിതാലുഹ, അവരെ വധിക്കുകയും അവരോട് യുദ്ധം ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്നുള്ള രീതി അത് മുമ്പേ അറിയപ്പെട്ടതാണ്. ആ പഴയകാല യുദ്ധത്തിലേക്ക് ബന്ധപ്പെടുത്തി, ഘോരമായിരിക്കുന്ന യുദ്ധം ചെയ്തതിലേക്ക് ബന്ധപ്പെടുത്തി ഈ ഖൗമ്, തന്റെ ജനവിഭാഗവും തന്റെ ഖൗമും അത്തരത്തിൽ ശക്തരും തുല്യതയില്ലാത്ത ആളുകളും ഒക്കെ ധൈര്യമുള്ള ആളുകളുമൊക്കെയാണ് എന്ന് അദ്ദേഹം വരുത്തി തീർക്കാൻ വേണ്ടി പ്രയോഗിച്ചതാണ്. മിൻ ആദിൻ കാന മഅറൂഫൻ ലനാ അസ്റുൽ മുലൂകി വഖത്ലുഹാ വഖ്താലുഹാ. അപ്പോ ഇദ്ദേഹം, നമ്മുടെ ഷാഇർ, അദ്ദേഹത്തിന്റെ ധൈര്യവും അദ്ദേഹത്തിന്റെ ഖൗമ് എങ്ങനെയുള്ള ആളുകളുമൊക്കെയാണ് എന്ന് ആണ് അദ്ദേഹത്തിന്റെ പറഞ്ഞ വരികളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.